വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഇന്ന് ദില്ലിയിൽ നിന്ന് ഇറങ്ങി ഞാൻ ഷിംലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊരു മൂടുണ്ടായിരുന്നില്ല. സോ ഞാനിപ്പോഴാണ് ക്യാമറ എടുത്ത് വെക്കുന്നത്. ഞാൻ കുറേ ബൈക്കേഴ്സിനെ കണ്ട് എല്ലാവരും തംസപ്പ് തന്നു. അപ്പോഴാണ് റിഗ്രറ്റ് ചെയ്തത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ എടുത്ത് വെക്കേണ്ടതായിരുന്നു. ഞാനങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3000 കിലോമീറ്റർ കഴിഞ്ഞിട്ടോ. 3037 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അവിടെ നിർത്തി ഒരു ജ്യൂസൊക്കെ കുടിച്ച് സെറ്റായി. 150 രൂപ പൈനാപ്പിൾ ജ്യൂസ്. അതാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം നിറച്ച് വെക്കുന്ന ചെക്കില്ലേ, അതുപോലെ വലിയൊരു ഗ്ലാസ് ആയിരുന്നു അത്. പകുതി കുടിച്ചപ്പോൾ തന്നെ വേറെ ഫുള്ളായി. ആ നിർത്തിയ സ്പോട്ടായിരുന്നു പഞ്ചാബിൻ്റെ ഹരിയാനയുടെ ബോർഡർ. ഇപ്പം നമ്മൾ ഒഫീഷ്യലി പഞ്ചാബിലാണ്. ഇന്നത്തെ സ്റ്റേ ഷിംലയിലാണ്. ഷിംലയിൽ ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. Booking.comനകത്ത് എനിക്ക് ജീനിയസ് ലെവൽ 3 അങ്ങനെ എന്തോ ഒരു ബാഡ്ജും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഓഫറുള്ള റൂംസ് എല്ലാം കിട്ടുന്നത്. ചില ഹോട്ടൽസിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്യുമ്പോഴത്തേക്കും അവർ തന്നെ നോക്കിയിട്ട് ഇതിങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എന്താ ഇത്ര കുറവെന്ന് വെച്ചിട്ട് ചിലപ്പോൾ അവർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിട്ട് അവരുടെ ഒറിജിനൽ പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ പറയും. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. Booking.comൽ എന്ത് കാണിക്കുന്നു നമുക്ക് അത് തന്നെ പേ ചെയ്താൽ മതി. അവർ റൂംസ് തരണം. അത് അവരുടെ റൂളാണ്. നിങ്ങൾ ട്രാവൽ ചെയ്യണമെങ്കിൽ റൂംസ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരിക്കലും Booking.comൽ കാണുന്ന ഫോട്ടോസ് വിശ്വസിക്കരുത്. അതിൽ ഇപ്പോൾ പകുതിയും കൂടുതൽ AI ഫോട്ടോസ് ആയിരിക്കും. അതായത് ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിൻ്റെ ആ ഷേപ്പ് മാത്രമേ കറക്റ്റായിട്ട് ഉണ്ടാവുകയുള്ളൂ. ബാക്കി ഫ്രണ്ടിലുള്ള അതിൻ്റെ ഗേറ്റ്, മുറ്റമ, അങ്ങനെ എല്ലാം AI ആയിരിക്കും. ചിലപ്പോൾ റോഡ് സൈഡിൽ തന്നെ ആയിരിക്കും ഹോട്ടൽ. Booking.comൽ കാണുമ്പോഴത്തേക്ക് ഗ്രാൻഡ് ഹൈറ്റ് പോലെയൊക്കെ തോന്നും, പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. അതിനകത്ത് കാണിക്കുന്ന ഹോട്ടൽസിൻ്റെ പേരെടുത്തിട്ടില്ലേ, ഗൂഗിൾ മാപ്പിലിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. അതിനകത്ത് കാണാൻ പറ്റും ഒറിജിനൽ ഫോട്ടോസ് എന്തൊക്കെയാണ്, റിവ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് കാണാൻ പറ്റും. അതായത് ഓണർ ഇടുന്നതല്ല, കസ്റ്റമേഴ്സ് ഇടുന്നതുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അവർ അതൊക്കെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതൊക്കെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. റൂംസ് എടുക്കാൻ നേരത്ത് ഗൂഗിൾ മാപ്പിനകത്ത് പോയിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻസിനകത്ത് സാറ്റലൈറ്റ് വ്യൂവും പിന്നെ സ്ട്രീറ്റ് വ്യൂ ഉണ്ടാവും. അതെടുത്തിട്ട് നോക്കുക ഹോട്ടലിൻ്റെ ചുറ്റുപാടൊക്കെ നല്ലതാണോ, നമ്മുടെ വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയതാണോ എന്നൊക്കെ അതിനകത്ത് കൂടി കാണാൻ പറ്റും. ഗായ്സ്, അങ്ങനെ ഫൈനലി ഹിമാചൽ പ്രദേശ് എത്തി. ഈ കാണുന്ന ആർച്ച് കയറി കഴിഞ്ഞാൽ ഒഫീഷ്യലി ഹിമാചലിലാണ്. പോകുന്ന വഴി ഇവിടെ നിർത്തി പ്രകൃതിയും ആസ്വദിച്ചൊരു നൂഡിൽസും കഴിച്ചു. 3 മണിക്കൂറും കൂടി ട്രാവലുണ്ട്. 85 കിലോമീറ്റർ ഉള്ളൂ, പക്ഷേ ഹൈവേയിലല്ലോ. ഞാൻ വന്ന റൂട്ടെന്ന് വെച്ചാൽ ഹരിയാനയിൽ നിന്ന് പഞ്ചാബിലേക്ക് കയറി, പഞ്ചാബിൻ്റെ ചെറിയൊരു പോർഷനിലേക്ക് കയറും. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഹരിയാനയിലേക്ക് കയറും. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഓടി കഴിയുമ്പോൾ തന്നെ ഹരിയാന ബോർഡർ എത്തും. അതായത് ഹിമാചൽ പ്രദേശും ഹരിയാനയുടെ ബോർഡർ എത്തും. ഷിംല എത്തുന്നതിന് കുറച്ച് മുന്നേ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ മൗണ്ട് ഹെവൻ എന്ന പ്രോപ്പർട്ടിയിൽ ആ റൂം ബുക്ക് ചെയ്തതാണ്. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാരണം ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ആ പ്രോപ്പർട്ടിയുടെ ബാക്കിലുള്ള വ്യൂ
എത്ര മണിക്കൂർ ഇരുന്നാലും ഒട്ടും തന്നെ ബോറടിക്കാത്ത അത്രയും പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം. 2 days later. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഒരു ഡേയും 2 നൈറ്റ് ഷിംലയിൽ സ്പെൻഡ് ചെയ്തിട്ട് ഷിംലയിൽ നിന്ന് ടാറ്റ പറയുകയാണ്. ഇവിടെ നേരെ നാർക്കണ്ടയിലേക്കാണ് പോകുന്നത്. നാർക്കണ്ടയിൽ പോയി അവിടെ സ്റ്റേ അടിച്ചിട്ട് അവിടെ നിന്ന് റക്കങ് പിയോയിലേക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ. എനിക്ക് നല്ലൊരു പണി കിട്ടി ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നാഗ്പൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് നാഗ്പൂർ തൊട്ട് ഡൽഹി വരെയുള്ള എൻ്റെ ഫുട്ടേജസ് അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയി ഗൈസ്. അതെനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആക്ഷൻ ക്യാമറയിൽ നിന്ന് നേരെ എൻ്റെ ഫുട്ടേജസ് ലാപ്ടോപ്പിൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്തു. എന്നിട്ട് ഞാൻ ക്യാപ് കട്ടിനകത്ത് നേരെ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഞാൻ എല്ലാം എഡിറ്റൊക്കെ ചെയ്ത് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു ഫുൾ ഡേ എടുത്ത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറോളം എടുക്കും. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഡൽഹിയിൽ നിന്ന് ഷിംലയിലേക്കുള്ള ഫുട്ടേജസ് മൊത്തം കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ സ്റ്റോറേജ് ഇല്ല. ഞാൻ ലാപ്ടോപ്പിലേക്ക് ഡയറക്റ്റ് കോപ്പി ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത്. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു, രണ്ട് സ്റ്റോറേജ് ആയിരുന്നു. ഡിലീറ്റ് ചെയ്ത സമയത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ലാപ്ടോപ്പിൻ്റെ ചാർജും പോയി, ലാപ്ടോപ്പും ഓഫായി. അങ്ങനെ ഞാൻ പിന്നെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഫുട്ടേജും ഇല്ല, എക്സ്പോർട്ടും നടന്നില്ല. അങ്ങനെ അതെല്ലാം പോയി. എന്നെ എന്ത് പറയാനാണല്ലേ. ഞാനാണെങ്കിൽ മറ്റേ ഇടിയൊട്ടടിച്ചവനെ പാമ്പ് കുത്തിയെന്ന് കേട്ടിട്ടില്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു കുറച്ച് നേരത്തേക്ക്. നാർക്കണ്ട എത്തിയിട്ട് വേണ്ട മെഡിസിൻസ് കുറച്ച് മേടിക്കാനായിട്ട്. ഡോളോ മേടിക്കണം, പിന്നെ ഡയമോക്സിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോഴത്തേക്കും കഴിക്കേണ്ടത് അത് വാങ്ങണം. പിന്നെ ഓക്സിജൻ സിലിണ്ടർ 2 മേടിക്കണം, ഒരു ഡിസ്പോസിബിൾ ക്യാൻസ്. അങ്ങനെ 2-3 സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ ഇതുവരെ ഞാനിട്ട 3 വീഡിയോസിലും എല്ലാവരും കണ്ടവർ എന്നോട് പറഞ്ഞത്, നിൻ്റെ വീഡിയോനകത്ത് ബൈക്കും ഹൈവേയും അല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ. ശരിയാണ്, ഞാനും കണ്ടതിനപ്പോൾ എനിക്കത് തന്നെ തോന്നിയത്. ഇതിപ്പോൾ ബൈക്കും ഹൈവേ അല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ. സാരമില്ല, ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് കുറച്ച് പെർഫെക്റ്റ് ആക്കാൻ ഞാൻ ശ്രമിക്കാം. ആക്ച്വലി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഷിംലയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പൂഹിൽ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യാനായിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് 10 മണിക്കൂർ ട്രാവലുണ്ട് ഇവിടെ നിന്ന്. ഫ്യൂച്ചറിലൊരു ഡ്രോണൊക്കെ വാങ്ങാം, എന്നിട്ട് അത് വണ്ടീനെ ആക്റ്റീവ് ട്രാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ഫ്രണ്ടിൽ പറപ്പിച്ച് വിടാം. എന്നിട്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാം. ഇപ്പം നമുക്ക് X5 ഉണ്ട്, അത് തന്നെ ധാരാളം. നിങ്ങൾ നല്ലൊരു അഡ്വഞ്ചർ ബൈക്ക് കിട്ടട്ടെ, നല്ലൊരു 360 ക്യാമറ കിട്ടട്ടെ, ആക്ഷൻ ക്യാമറ കിട്ടട്ടെ, ഇല്ലെന്നാണെങ്കിൽ ഡ്രോണ് വരട്ടെ എന്നൊക്കെ കരുതി വെയിറ്റ് ചെയ്ത് ഒരിക്കലും യാത്ര പോകാൻ നിൽക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ള വണ്ടിയും നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണും മതി നിങ്ങൾക്ക് യാത്രകൾ പോകാനായിട്ട്. അതിന് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി. കൂടെ ഒരാൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒറ്റക്കാണെങ്കിലും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. എന്നെ കണ്ടില്ലേ, ഞാൻ ഇത്ര ദൂരം ഒറ്റക്കാ വണ്ടി ഓടിച്ചു പോകുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ഓപ്പണായിട്ട് പറയുവാണെങ്കിൽ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ്. ഒരു ക്യാമറയെ നോക്കി ചിരിക്കാനോ, ഒരാളോട് സംസാരിക്കാനോ, ഒരു കോള് വരുമ്പോൾ എടുത്ത് സംസാരിക്കാനൊക്കെ എനിക്ക് എന്തോ പോലെയാണ്. പക്ഷേ ഈ ട്രിപ്പ് വന്നതിനപ്പോഴത്തേക്കും എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടായെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. എനിക്ക് ഞാൻ കാണുന്ന ആൾക്കാരെയൊക്കെ ചിരിച്ച് കാണിക്കുന്നുണ്ട്, ചുമ്മാ ഒരാവശ്യമില്ലാണ്ട്. ബൈക്സൊക്കെ ആയിട്ട് ടൂറ് വരാൻ പ്ലാനുള്ളവർ, എനിക്ക് ഇതുവരെ ഉണ്ടായ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഒരുപാട് ലഗേജ് ഒരിക്കലും എടുക്കരുത്. ഡ്രസ്സ് കേരളത്തിൽ നിന്ന് വണ്ടി ഓടിച്ച് സ്പിതിയൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ലഡാക്ക് വന്നിട്ട് തിരിച്ചു പോകാനൊക്കെ ഉള്ള പ്ലാനാണെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 5 ടീഷർട്ട്, പിന്നെ 2 ട്രൗസേഴ്സ്, പിന്നെ 2 ട്രാക്ക് സൂട്ട്, അത്രയും മതി. പിന്നെ കാഷ്വലായിട്ട് ഫോട്ടോസ് എടുക്കാനാണെങ്കിൽ അതിന് പറ്റിയ ഷർട്ടോ ജീൻസ് അങ്ങനെ എന്തെങ്കിലും, പിന്നെ ഒരു ഹുഡി ഉണ്ടെങ്കിൽ അത്, പിന്നെ ഒരു വിൻ്റർ ജാക്കറ്റ്, അത്രയും മതി. വേറെ ഒന്നും വേണ്ട. ഞാൻ ആവശ്യമില്ലാണ്ട് 3 ജീൻസ്
2 ജാക്കറ്റ്, 3 ഹുഡി, 12 ബനിയനൊക്കെ എന്തോ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഓരോ സ്ഥലത്ത് സ്റ്റേ ചെയ്യുമ്പോഴും ഞാൻ അന്നിട്ട എൻ്റെ ഇന്നേഴ്സും പിന്നെ ടീഷർട്ട്സും ഞാൻ അപ്പം തന്നെ കഴുകിയിടും. അതായത് നമുക്ക് കുളിക്കുമ്പോൾ തന്നെ നമ്മൾ മേത്ത് സോപ്പ് ഇടുന്ന പോലെ തന്നെ ബനിയനിൽ സോപ്പിട്ട് കുളിച്ച് അത് കഴുകി സെറ്റാക്കി വെക്കും. അപ്പോൾ ഇത്രയും ഡ്രസ്സിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ റൈഡിങ് ജാക്കറ്റ്, റൈഡിങ് പാൻസൊക്കെ ആണെങ്കിൽ 4 ദിവസം കൂടുമ്പോഴത്തേക്കും നിങ്ങൾ 2 ദിവസത്തേക്ക് എവിടെയെങ്കിലും റൂം എടുക്കുക. എന്നിട്ട് അതും ജസ്റ്റ് സോപ്പ് വാഷ് ചെയ്തിട്ട് ഒന്ന് ഹാങ് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് ഒരു ഫുൾ നൈറ്റ് ഫാൻ്റെ അടിയിലിട്ട് കഴിഞ്ഞാൽ അതും ഡ്രൈ ആയി കിട്ടും. ഇനി അഥവാ ജീൻസൊക്കെ ആണെങ്കിൽ അതേപോലെ തന്നെ 4 ദിവസം ഇടുക. എന്നിട്ട് 4-ാമത്തെ ദിവസം ഇതുപോലെ റൂം എടുക്കുക. എന്നിട്ട് അതും വാഷ് ചെയ്ത് ഉണക്കിയെടുക്കുക. എൻ്റെ വണ്ടിയിലാണെങ്കിൽ ഇഷ്ടം പോലെ സാധനം ഉണ്ട്, അതും ആവശ്യമില്ലാത്ത. ഒരു ടോർച്ചും 2 എമർജൻസി പോലത്തെ ചെറിയ ലൈറ്റൊക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കണം. മാതാവിനും അറിയാം ഞാൻ എന്തിനാ അതൊക്കെ എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ 2 ബൈക്ക് അല്ലെങ്കിൽ 3 ബൈക്ക്, അത് മറ്റേ ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ബൈക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുക്കാം. കാര്യം ഒരാളുടെ വണ്ടിയിൽ ടെൻറ്റിങ്ങിൻ്റെ ഐറ്റംസ് വേണമെങ്കിൽ വെക്കാം, മറ്റൊരാളുടെ വണ്ടിയിൽ കുക്കിംഗ് ചെയ്യേണ്ട ഐറ്റംസൊക്കെ വെക്കാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരാം. ഒറ്റക്കൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കീപ്പ് ചെയ്യുക. എന്തായാലും ഈ റൈഡോടുകൂടി ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, കുറേ കാര്യങ്ങൾ പഠിച്ച്, എന്നെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു ഈ റൈഡ്. ആവശ്യത്തിൽ കൂടുതൽ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുണ്ടായിട്ടും അതിലൊന്നിനും തൃപ്തിപ്പെടാത്തവരാണ് നമ്മളിൽ പലവരും. നമ്മളൊക്കെ എന്തോരം ഭാഗ്യമുള്ളവരാണെന്ന് ജസ്റ്റ് ഇതേപോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചില സ്ഥലങ്ങളിൽ ആൾക്കാർ ജീവിക്കുന്ന സിറ്റുവേഷൻസൊക്കെ കാണണം. ഞാൻ നാഗ്പൂരിലേക്കുള്ള യാത്രയിൽ കണ്ടതാണ് ഈ കൃഷിയൊക്കെ ചെയ്ത് താമസിക്കുന്ന ആൾക്കാരുടെ വീട്. ഇപ്പോഴും മറ്റേ പഴയ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഈ ചാണകവും ഇതൊക്കെ വരുത്തിച്ച് ഓലയൊക്കെ വെച്ചിട്ട് കറണ്ടിൻ്റെ കണക്ഷൻ ഇല്ല, വെള്ളത്തിന് കണക്ഷൻ ഇല്ല, അങ്ങനെയൊക്കെ താമസിക്കുന്ന ആൾക്കാർ. അവിടുത്തെ പിള്ളേർ സ്കൂളിൽ പോകണത് മറ്റേ കാളവണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ്. കാരണം ഞാൻ കണ്ടു ഒത്തിരി പിള്ളേർ മറ്റേ കാളവണ്ടിയിലൊക്കെ കയറി സ്കൂളിൽ പോകണത്. അവിടെ കൂടി ഒരു ബസ്സില്ല, ഓട്ടോ പോകത്തില്ല. അതൊക്കെ ഒരു ഉൾഗ്രാമമാണത്. അതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അഹങ്കാരമൊക്കെ ഒരുപാടൊക്കെ കുറയും കേട്ടോ. ഓ, ഇതാണ് വഴി. कहाँ जा रहे जनाब, कहाँ जाना है? नारकंडा। मैं आपकी कोई हेल्प कर सकता हूँ? नारकंडा पड़ेगा, इधर जाओ, इस साइड से। ഓക്കെ ഓക്കെ, താങ്ക് യു സാർ ജി. അവിടെ നിന്ന് ആ പോലീസുകാരൻ നമ്മളെ ഇങ്ങോട്ടേക്ക് ഡീവിയേറ്റ് ചെയ്ത് വിട്ടു, ഈ വഴി വിട്ടു എന്ന് പറഞ്ഞു. ചിലപ്പോൾ ആ റൂട്ട് തിരക്കായിരിക്കും. ആ ബസ്സിൽ നിന്ന് പോകുന്ന കറുത്ത പുക മൊത്തം എൻ്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെ ആക്കിക്കൊണ്ടിരിക്കണേ. എങ്ങനെയെങ്കിലും ആ സാധനം ഓവർടേക്കാണ്, അല്ലെങ്കിൽ ശരിയാവില്ല. കയറിപ്പോടാ കയറിപ്പോടാ കയറിപ്പോടാ. നാർക്കണ്ട ഇനി ഇവിടെ നിന്ന് 53 കിലോമീറ്റേഴ്സ് മാത്രം. ഇവിടെ ഫുള്ള് ദേവദാരു മരങ്ങളാണ്, അതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോയിക്ക് മഞ്ഞിറങ്ങിയേക്കണത്. നമ്മൾ ആ വളവ് വളഞ്ഞ് കയറിയപ്പോഴത്തേക്കും ഇതാണ് പിന്നത്തൊക്കെ കാഴ്ച. നല്ല രീതിക്ക് മഞ്ഞിറങ്ങിയിട്ടുണ്ട്. കുട്ടികളുമായിട്ടൊക്കെ വരുന്നവരാണ് നാർക്കണ്ട പോകുന്ന വഴിക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സ്കൈലൈൻ അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു അഡ്വഞ്ചർ പാർക്ക് കാണാൻ പറ്റും. കേബിളിൻ്റെ മേലെ കൂടെയൊക്കെ സൈക്കിളൊക്കെ ഓടിച്ചുകൊണ്ട് പോകത്തില്ലേ, അത് പിന്നെ അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പഴയ സിനിമയിലെ ഡയലോഗാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. എന്നെ ഈ പ്രകൃതി ഭംഗിയിലേക്ക് വിട്ടേക്കൂ. ഈ മനോഹാരിയുടെ മുമ്പിൽ ആരാണ് നിന്ന് പോകാത്തത്? ഈ തപസ്സിരിക്കുന്ന നീലമലകൾ മറ്റെങ്ങും പോകാത്തത്? ഋതുക്കൾ ഈ തറവരയിൽ തന്നെ താമസിക്കുന്നത്? സൗന്ദര്യം ആസ്വദിക്കാം, നിത്യഹരിതമായ സൗന്ദര്യം ആസ്വദിക്കാം. ഈ കാണുന്നതൊക്കെ ഫുൾ ആപ്പിൾസ് ആണോ. പോകുന്ന വഴി ഫുഡ് സ്റ്റോളിൽ നിർത്തി ചൗമീൻ കഴിച്ച് 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളിയായിരുന്നു. ഇത് കണ്ടോ, ഇതൊക്കെ നിങ്ങൾ കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹിമാചൽ പ്രദേശിൻ്റെ സ്വന്തം ഷിംല ഹിൽസിലുള്ള നാർക്കണ്ടയിലേക്ക് സ്വാഗതം.
മൊത്തം ദേവദാരു മരങ്ങളാണ് കേട്ടോ. So guys, if you like this video, show some support by subscribing to my channel and see you in the next video. Bye bye.